കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവ ചിന്തയ്ക്കായി നമുക്ക് വേദഭാഗം വായിക്കാം. യൂദായുടെ പുസ്തകം 3-ാമത്തെ വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ എക്സ്റോസ് മീഡിയ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തുവരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവൻദാസന്റെ പാസ്റ്റർ ബാബു മാത്യു അവർ, അദ്ദേഹത്തോട് കൂടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർ എല്ലാവർക്കുമായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു. അല്പസമയത്തെ വചന കേൾവി ഏവർക്കും അനുഗ്രഹമാകണമേ. എളിയവരെ ബലപ്പെടുത്തണമേ, കേൾവിക്കാരെ ഒരുക്കണമേ, നാമത്തെ മഹത്വപ്പെടുത്തണമേ. സകലവും കർത്താവെ അവിടെ നിയന്ത്രിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്നും അവിടുത്തെ കൃപാസാന്നിധ്യം കൂട്ടിക്കണമേ, നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കേൾക്കണമേ പിതാവേ, ആമേൻ. ഒരു പാട്ടിന് ചില വരികൾ നമുക്ക് ചേർത്ത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ചതഞ്ഞ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുക്കാത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു. ചതഞ്ഞ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു. നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ, ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ഓരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യം അരുളും നാഥനേ. നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ, ആഴിയിൻ ആഴങ്ങളിൽ ആലംബം നീ എനിക്ക്. ചൂടേറിയാമൊരു യാത്രയിൽ ദാഹത്താലെൻ നാവു വരളുമ്പോ, ആഗാരിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ ആത്മദാഹം തീർത്തിടും. ചൂടേറിയാമൊരു യാത്രയിൽ ദാഹത്താലെൻ നാവു വരളുമ്പോ, ആഗാരിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ ആത്മദാഹം തീർത്തിടും. നീയൻ സ്വന്തം ഹല്ലേലൂയ, നീയൻ സ്തോത്രം. നീറും വേളകളിൽ, ആഴിയിൻ ആഴങ്ങളിൽ ആലംബം നീ എനിക്ക്. ആഴിയിൻ ആഴങ്ങളിൽ ആലംബം നീ എനിക്ക്. ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സ്റോസ് മീഡിയ മിനിസ്ട്രിയുടെ പ്രവർത്തകരായ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേക കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു മാത്യു അവർ, അദ്ദേഹത്തോടെ എല്ലാ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബത്തിനും, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും, പ്രത്യേകിച്ച് ലൈവിൽ കാണുന്നവർ, ഇത് ഷെയർ ചെയ്യുന്നവർ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം തുടർമാനമായി ചിന്തിച്ചു വരുന്നത് യൂദായുടെ ലേഖനത്തിൽ നിന്നാണ്. ഒട്ടനവധി ആളുകൾ യൂദായുടെ പുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. മുൻപ് ഈ പുസ്തകത്തിൽ നിന്ന് പലർക്കും പ്രസംഗിക്കാൻ ഒരു പ്രയാസം തന്നെ മാറ്റി. എന്നാൽ ഇത് അന്ത്യകാലമാകിയാൽ ഏവരും ദൈവകൃപയെ നിലനിന്ന് കർത്താവിന് പ്രയോജനപ്പെടണം
വിശ്വാസം നിലനിൽക്കണം, ദൈവസന്നിധിയിൽ കാണണം എന്നുള്ള താല്പര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതുണർത്തിയിട്ട് ഒട്ടനവധി ശുശ്രൂഷകന്മാർ ഇപ്പം യൂദായുടെ ലേഖനത്തിൽ നിന്ന് പ്രസംഗിച്ചു തുടങ്ങിയിട്ടുണ്ട്, സ്തോത്രം ചെയ്തു. അപ്പോസ്തലനായ യൂദ, കർത്താവിൻ്റെ അർത്ഥ സഹോദരനായ യൂദ വളരെ വേദനയോടെ ഭാരത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു വലിയ പ്രബോധന എക്സോട്ടേഷനാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പക്കൽ ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. കാരണം ഈ വിശ്വാസം ഇല്ലാതാക്കുവാൻ, ആ വിശ്വാസം നിലനിൽക്കാതിരിക്കുവാൻ ശത്രു അതിൻ്റെ മുഴുവൻ ബലത്തോടെ പ്രവർത്തിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്, നമ്മളിപ്പോൾ വെളിപ്പെടുവാനുള്ള വിശ്വാസത്തിന് വേണ്ടി അകത്തെ മനുഷ്യരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരം വിശ്വാസികളാണ്. ആദർശങ്ങൾക്ക് വേണ്ടി പലതിനും വേണ്ടി നിൽക്കുന്നവരാണ്. എന്തിലെങ്കിലും ഒന്നിലും വിശ്വസിക്കാത്ത ഒരു മനുഷ്യനുമില്ല. ഒന്നീ നിരീശ്വരവാദി, അതൊരു വിശ്വാസമാണ്. ദൈവമില്ല എന്നുള്ള വിശ്വാസം. യുക്തിവാദം, അതൊരു വിശ്വാസം. സാങ്കല്പിക ദൈവങ്ങളെ, സങ്കല്പമാണ്, പലതും സങ്കല്പങ്ങളാണ്. ജീവിച്ചിരുന്നു, ഇരുന്നിട്ടുണ്ടാകണം, അതായിരിക്കും ഒരു പക്ഷേ ഈ സ്ഥലം എന്നുള്ള സാങ്കല്പിക സ്ഥലങ്ങളെയും സാങ്കല്പിക ദേവീ ദേവന്മാരെയും വിശ്വസിക്കുന്നവരുണ്ട്. അതും വിശ്വാസമാണ്. അപ്പോൾ തന്നെ അന്ധവിശ്വാസമുണ്ട്. അന്ധമായി കാണുന്ന എല്ലാത്തിനെയും വിശ്വസിക്കുക. തൂണിലും തുരുമ്പിലും, കാണുന്ന മരത്തിലും മാതളത്തിലും സൂര്യനെയും ചന്ദ്രനെയും എന്ന് വേണ്ട പലതും വിശ്വസിക്കുന്നവർ. എന്നാൽ തിരുവചനം പറയുന്നു, നമ്മൾ വെളിപ്പെടാനുള്ള ഒരു വിശ്വാസം, അത് മാതാപിതാക്കൾ നമുക്ക് കാട്ടിത്തന്നതല്ല. ജന്മം കൊണ്ട് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചു, ആ കുടുംബത്തിലെ വിശ്വാസം അനുവർത്തിച്ചു വന്ന് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസം, നമ്മൾ വെളിപ്പെട്ട ഒരു വിശ്വാസം. അങ്ങനെ ദൈവം വെളിപ്പെട്ട ഒരു വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ആദ്യം കാണുന്നത് അബ്രാമിനെ. അദ്ദേഹത്തിന് ആദ്യ പേര് അബ്രഹാം എന്നല്ല, അബ്രാം എന്നായിരുന്നു. മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുന്ന സമയത്ത് ദൈവം, തേജോമയനായ ദൈവം അബ്രാമിന് വെളിപ്പെട്ടു. അതിനു മുമ്പ് അദ്ദേഹം വിശ്വാസിയായിരുന്നു. ആ വിശ്വാസം എൻ്റെ പിതാവിൻ്റെ വിശ്വാസമാണ്. അദ്ദേഹത്തിന്റെ പിതാവായ തേരഹ് വിഗ്രഹാരാധിയും വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഒരാളുമായിരുന്നു. താൻ തന്നെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവങ്ങളെ നമസ്കരിക്കുകയും ആ ദൈവങ്ങളെ വ്യാപാരം ചെയ്ത് കുടുംബം പുലർത്തിയൊരു മനുഷ്യനാണ് തേരഹ്. ആ തേരഹിന്റെ മകനായ അബ്രാമിന് ദൈവം വെളിപ്പെട്ടു, തേജോമയനായ ദൈവം വെളിപ്പെട്ടു. അതിനെക്കുറിച്ച് യഹൂദ തൽമൂദുകളിൽ പറയുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. അബ്രാം ഒരു ദിവസം തന്റെ പിതാവായ തേരഹ് താൻ ഉണ്ടാക്കിയ ദൈവങ്ങളെ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്ന സമയത്ത് അബ്രാമിനെ വീട്ടിലിരുന്ന് ചുമന്നുകൊണ്ട് പോകണമല്ലോ, മിച്ചമുണ്ടായിരുന്ന ദൈവങ്ങൾക്ക് പൂജ ചെയ്യുവാനും ഒക്കെയായിട്ട് ചുമതലപ്പെടുത്തിയിട്ടാണ് പോയത്രേ. അങ്ങനെ പോയി അല്പം കഴിഞ്ഞപ്പോൾ അധികം താമസിയാതെ ഒരു സ്ത്രീ വന്നു. അവരുടെ കയ്യിൽ എന്തോ ഫലമൂലാദികൾ ഉണ്ടായിരുന്നു അർപ്പിക്കുവാൻ. അതുകൊണ്ടുവന്ന് അർപ്പണത്തിനായി എത്തിയപ്പോഴാണ് മുഖ്യ പൂജാരി ഇവിടെ ഇല്ല. അബ്രാം കാര്യം തിരക്കി കാര്യങ്ങൾ പറഞ്ഞു. അവർ കൊണ്ടുവന്നതായ ആ ബാലമനസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത് ഇങ്ങനെയാണ്, അവർ കൊണ്ടുവന്ന ഫലമൂലാദികൾ എന്താണാവോ അതുമായി ചെന്ന് അതിനുള്ളിലിരുന്ന എല്ലാ ദൈവങ്ങളുടെയും മുമ്പിൽ കൊണ്ട് കാണിക്കുകയും വയ്ക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ആ സ്ത്രീ വന്നിരിക്കുന്നത് അവരുടെ ആവശ്യത്തിനാണ്, അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇത് സ്വീകരിച്ച് ആ സ്ത്രീയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചു കൊടുക്കണം എന്ന് കൈപ്പണിയായ ആ വീട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ സ്ഥലത്തുണ്ടായിരുന്ന ദൈവങ്ങളോടെല്ലാം ആവശ്യപ്പെട്ടു. പുറത്തിറങ്ങി വന്ന സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന സാധനം ഞാൻ അർപ്പിച്ചു, കാര്യം പറഞ്ഞിട്ടുണ്ട്, പൊയ്ക്കൊള്ളുക, അവർ വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. നിലവിലെ പൂജാരിയുടെ വാക്ക് കേട്ട് ആ സ്ത്രീ പോയത്രേ. എന്നാൽ അന്ന് വയ്യാറായപ്പോൾ അദ്ദേഹം നദിക്കരയിരിക്കുമ്പോൾ ചോദ്യമുണ്ടായി, ഇത് തന്നെയാണോ ദൈവം? കടലും കരയും
നദിയും തോടും സകല ചരാചരങ്ങളെ സകലത്തെ സൃഷ്ടിച്ച ദൈവം എൻ്റെ വീട്ടിൽ ഇരിക്കുന്നതാണോ? ഇതിനെയൊക്കെ എൻ്റെ അപ്പനല്ലേ ഉണ്ടാക്കിയത്. അതിനോടാണല്ലോ ആ ജീവനുള്ള സ്ത്രീയുടെ മകൾക്കോ മകനോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അവർ കൊണ്ടുവന്ന പൂജാതകൾ കൊടുത്തുവല്ലോ, അതവർ ഭുജിച്ചോ? എന്തു ഫലമുണ്ടായി? ഇതാണോ ദൈവം? ആനന്ദവിഹായസിനെ നോക്കി, അസ്തമിക്കാൻ പോകുന്ന സൂര്യനെ നോക്കി, സകല ചരാചരങ്ങളെ നോക്കി അബ്രാം ചിന്തിച്ചു, ഇതാണോ ദൈവം? ദൈവമേ, അങ്ങനെ ഒന്നുണ്ടോ? എൻ്റെ അപ്പൻ്റെ ദൈവം ഉണ്ടാക്കിയ ദൈവമാണോ? അങ്ങനെയാണ് എൻ്റെ അപ്പനെ ഉണ്ടാക്കിയതാണ്. ഈ വിധ ചിന്തകൾ നിഷ്കളങ്കമായ മനസ്സിൽ നാം വായിക്കുന്നത്, തന്നെ സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്ക് യഹോവ സമീപസ്ഥനാകും. സത്യമായി കപടമില്ലാതെ നല്ല താല്പര്യത്തിൽ അബ്രാമിന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ സ്വർഗത്തിലെ ദൈവം കേട്ടു. തേജോമയനായ ദൈവം പ്രത്യക്ഷനായി എന്ന് എഴുതിയിരിക്കുന്നു. പല ഭാഗത്തും ഇത് കാണാൻ സാധിക്കും. എന്നിട്ട് പറഞ്ഞു, അബ്രാമേ, നിന്റെ അപ്പൻ ഉണ്ടാക്കിയതല്ല ദൈവം, നിന്റെ അപ്പനെയും സകലത്തെ സൃഷ്ടിച്ച ദൈവം ഞാനാകുന്നവൻ, ഞാൻ യഹോവയാകും. ആ വലിയ പ്രത്യക്ഷതയെങ്കിൽ ആ വെളിപ്പെട്ടതിൽ അബ്രാം വിശ്വസിച്ചു. കാണുകയാണ്, കേൾക്കുകയാണ്. ആ വലിയ പ്രഭയെ, ആ വലിയ വെളിച്ചത്തെ, അതിലൂടെ സംസാരിക്കുന്ന ദൈവ സാന്നിധ്യവും സാമീപ്യവും തന്റെ ഹൃദയത്തിന് എന്തെന്നില്ലാത്ത ആനന്ദവും സമാധാനവും സന്തോഷവും പകർന്നു. എന്നിട്ട് പറഞ്ഞു, അബ്രാമേ, ഒരു കാര്യം ചെയ്യ, നീ ഈ ഊരിൽ ഇനി താമസിക്കരുത്. ഞാൻ നിന്നെ കാണിപ്പാൻ ഒരു ദേശമുണ്ട്, പൊയ്ക്കൊള്ളുക. നിന്റെ ഭാര്യയും കൂട്ടി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു, നിനക്കുള്ളതിനെയും കൂട്ടി. അബ്രാം തിരികെ വന്നു. വീട്ടിൽ ചെന്ന് ആദ്യം കണ്ടത് ഇതാണ്. തന്റെ ഭവനത്തിൽ തന്റെ പിതാവ് ശേഷിപ്പിച്ചിരുന്ന സകല ദൈവങ്ങളെയും തല്ലിപ്പൊട്ടിച്ചു, തച്ചുടച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ മനോമുഖരത്തിൽ, ബുദ്ധിയിൽ ഒരു കാര്യം വന്നു, ഇതെല്ലാം തല്ലിപ്പൊട്ടിച്ച ക്രുദ്ധനാകും പിതാവ്. അതുകൊണ്ട് എന്താ ചെയ്യുക? അദ്ദേഹം അവിടെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതിലല്പം ഉശിരുള്ള, തടിയും നീളവും ഉയരവുമുള്ള വണ്ണമുള്ള ഒരു വലിയ ദൈവത്തിന്റെ കൈയുടെ ഇടയിലേക്ക് ഇദ്ദേഹം ഈ തല്ലി ഉടച്ച ദൈവങ്ങളെ തല്ലി ഉടയ്ക്കാൻ ഉപയോഗിച്ച തല്ലി ഉടച്ച ആ വലിയ വടി, കമ്പ് തിരികെ വെച്ചിട്ട് അവർ കൊണ്ടുവന്ന ആ സാധനങ്ങളെല്ലാം, ആ സ്ത്രീ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഈ വലിയ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു, പ്രതിമയുടെ മുമ്പിൽ. ചില ദിവസങ്ങൾ കഴിഞ്ഞു. പിതാവ് തേരഹ് തിരികെ വന്നു. കൊണ്ടുപോയത് ലാഭം കിട്ടി. മിക്കാതെ വന്ന കുണ്ണി ദൈവങ്ങളെ കൊണ്ട് തൻ്റെ ഇതിനകത്ത് ചെന്നപ്പോൾ കണ്ടത് ആകെ യുദ്ധകോലാഹലം പോലെ, യുദ്ധക്കളം പോലെ ആയിരിക്കുന്നു. എല്ലാം തച്ചുടക്കപ്പെട്ടിരിക്കുന്നു. ഒരാൾ മാത്രം നിലനിൽക്കുന്നു. തേരഹ് വിളിച്ചു, അബ്രാം വരാൻ പറഞ്ഞു. എന്താ ഞാൻ ഈ കാണുന്നത്? എന്ത് സംഭവിച്ചു ഇവിടെ? ആരാ ഇത് പൊട്ടിച്ചെന്ന് ചോദിച്ചു. പറഞ്ഞു, പിതാവേ. അപ്പ അങ്ങ് പോയ ശേഷം കാര്യം പറഞ്ഞു. ഇതുപോലെ സ്ത്രീ വന്നു, അവർ കൊണ്ടുവന്ന സാധനങ്ങളാണിതെല്ലാം. ഞാൻ ഈ ദൈവങ്ങളുടെ എല്ലാം മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ഈ തടിമാടൻ ഈ ഇരിക്കുന്ന കമ്പ് കൊണ്ട് ഈ ബാക്കിയെല്ലാം തച്ചുടച്ചു കളഞ്ഞു. അദ്ദേഹം തന്നെ തിന്നു, ഭക്ഷിച്ചു. മിച്ചം വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിപ്പണമെന്ന് പറഞ്ഞു. തേരഹ് പറഞ്ഞു, മോനെ അബ്രാമേ, ഈ അപ്പനെ ഇങ്ങനെ ആക്കണോ? എടാ കുഞ്ഞെ, ഞാൻ ഉണ്ടാക്കിയ ദൈവം ഇന്ന് വരെ ഒന്നും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല, ആരെയും തല്ലിയിട്ടില്ല, ആരെയും ഉപദ്രവിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പോയ വഴിക്ക് ഇവിടുന്ന് ദൈവം ഈ ആള് ഈ മറ്റുള്ളതിനെ തല്ലിപ്പൊട്ടിച്ചു എന്നും ഈ കൊണ്ടുവന്ന ഫലമൂലാദികൾ കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് മോനെ. എന്താ സംഭവിച്ചെന്ന് പറയാമോ? പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ അപ്പൻ തന്നെ മനസ്സിലായല്ലോ, ഇത്രയും നാൾ നടക്കാത്തതിനെ, കരമുയർത്താത്തതിനെ, വാതുറക്കാത്തതിനെ, കാണാത്തതിനെയാണ് അപ്പൻ സൃഷ്ടിക്കുകയും അപ്പൻ ഭജിക്കുകയും അപ്പൻ കൊണ്ടുനടന്ന് നാട്ടുകാരെ കൊണ്ട് വാങ്ങിപ്പിച്ച്, ഇത് വിറ്റ് നാട്ടുകാരെ കൊണ്ട് വാങ്ങിപ്പിച്ച് അവരും പ്രാർത്ഥിച്ചു പോകുന്ന ഈ വിഗ്രഹങ്ങളല്ലപ്പാ ദൈവം. കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഈ ചിന്തയോടുകൂടി ഞാൻ ഇരുന്നപ്പോൾ ഈ സകലത്തെയും അഖിലാണ്ടത്തിന്റെ നിർമ്മിച്ചവനായ ദൈവം എനിക്ക് വെളിപ്പെട്ടപ്പാ. അതുകൊണ്ട് വേറെ ആരുമല്ലപ്പാ, ഞാൻ തന്നെ അതിനെ പിടിച്ചോളെന്ന് പറഞ്ഞു. ആ പിതാവിനോടൊപ്പം തന്റെ മകനോടൊപ്പം വിശ്വാസം കണ്ടെത്തിയ മകനോടൊപ്പം തേരഹും പുറപ്പെട്ടു. എങ്കിലും അകത്ത് പിന്നെയും
വിഗ്രഹം ഇരുന്നത് കൊണ്ട് ഹാരാൻ വരെ തേരഹിന് പോകാനൊക്കെ തടസ്സമായിരുന്നു പിതാവെന്നാ പറയുന്നത്. വേറെ ശാസ്ത്രജ്ഞർ തടസ്സമെന്നാ പറയുന്നത്. ഹാരാനിൽ വെച്ച് അദ്ദേഹം മരിച്ചുപോയി. പ്രിയമുള്ളവരെ, ഇന്ന് വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചെന്ന് പറഞ്ഞ വിശ്വാസികളുടെ ഭവനങ്ങളിൽ ചെന്നാൽ ഈ പറയപ്പെട്ട പഴയ ദൈവങ്ങൾ, യാക്കോബ, CSA, മർത്തോമ, ഹൈന്ദവ ദേവീ ദേവന്മാരും പുണ്യവാളന്മാരും ഒക്കെ ഇരിക്കുന്നത് കാണാം. ഇത് എന്തിനധികം ഇതൊന്നുമില്ലെങ്കിലും പഴയൊരു കുരിശും അന്നത്തെ പടത്തിന് മുമ്പിൽ വെച്ചിരുന്ന വിളക്കും, അതിനെല്ലാറ്റിനും ഉപരി യേശുവിനെ എന്ന് പറയപ്പെടുന്ന ഇന്ന് സകല പള്ളികളിലും വെച്ച് പൂജിച്ച് ആരാധിച്ച് ധൂപക്കുറ്റി വീശുന്ന യേശുവിനെ എന്ന് പറയുന്ന പടവും പെന്തക്കോസ്ത് നേതാക്കന്മാരുടെ വീടുകളിലുണ്ട്. പലരുടെയും ദുഃഖത്തോടെ കണ്ടിട്ടുണ്ട്. ചിലർ വളരെ കാര്യമാണ്. കാരണം അവർ യെരുശലേമിൽ നിന്ന് മേടിച്ചു വെച്ചിരിക്കുന്നതാണ്, ഇവിടെ നിന്ന് കിട്ടിയതല്ല. യെരുശലേമിൽ ചെന്നപ്പോൾ കിട്ടിയ അന്ത്യത്താഴത്തിൻ്റെ പടം എന്ന് പറഞ്ഞ പടവും അവിടെ വെച്ചിട്ടുണ്ട്. ചിലർ ഗതസമന തോട്ടത്തിൽ ഇരിക്കുന്ന ഒരു താടി കർത്താവിനുണ്ടായിരുന്നു, ഹിപ്പി. തിരുവചനം പറയുന്നു പുരുഷൻ മുടി നീട്ടി വളർത്തുന്നതാണ്. കർത്താവ് മുടി നീട്ടി വളർത്തിയെന്ന് പുസ്തകം പറഞ്ഞു. പക്ഷെ താടി രോമം ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞതിനെ താൻ തന്നെ തെറ്റിച്ചോ? അങ്ങനെയെങ്കിൽ ഇന്ന് കാണുന്ന പടത്തിൽ കാണുന്ന ആ മുടി നീട്ടി വളർത്തിയത് അതാണോ യേശു? ഏതോ ഒരു കലാകാരന്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ചിത്രമല്ലേ ക്രൈസ്തവരുടെ എന്ന് പറഞ്ഞ വീടുകളിലും പള്ളികളും അലങ്കരിച്ച് അതിനെയല്ലേ മുത്തി ധൂപക്കുറ്റി വീശിയും മെഴുകുതിരി കത്തിച്ചും വിളക്ക് ഇലക്ട്രിസിറ്റി ബൾബുകൾ ഉപയോഗിച്ചും പ്രകാശിപ്പിച്ചു കൊണ്ട് നടക്കുന്നത്? കഷ്ടം. അബ്രഹാം വെളിച്ചം തേജോമയനായ ദൈവത്തെ കണ്ടവർ ബാക്കി മുഴുവൻ തച്ചുടച്ചേച്ച് സ്വദേശത്തെയും പിതൃഭവനത്തെയും പഴയ പാരമ്പര്യം പൗരോഹിത്യ സകലം എന്തൊക്കെയുണ്ട് അതെല്ലാം വിട്ടേച്ചാണ് കനാൻ നാട്ടിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ഇന്ന് വിശ്വാസ കനാലിലേക്ക് സിയോനിലേക്ക് യാത്രയിരിക്കുന്ന പെന്തക്കോസ്തുകാരുടെ വീടുകളിൽ ഇതെല്ലാം കാണാം. പലരുടെയും വീടുകളിൽ ഓണത്തിന് അത്തപ്പൂക്കളം ഇടുന്നു, വിഷുവിന് ആശംസ അറിയിക്കുന്നു. കേരളത്തിലെ ഒരു വലിയ വ്യാപാര സ്ഥാപനത്തിൽ വിഷുവിന് കണിവെച്ചിരിക്കുന്നത് കണ്ടു. അതൊന്ന് പടമെടുത്ത് വാർത്താമാധ്യമത്തിൽ കൊടുക്കണമെന്ന് വിചാരിച്ച് കളഞ്ഞു. എൻ്റെ അത്രയും പോകുന്ന ഒരു നിലവിളക്കാണ് അവിടെ കത്തിച്ചു വെച്ചിരുന്നത്. ചക്ക മുതൽ സകല ഫലമൂലാദികൾ അവിടെ ഉണ്ടായിരുന്നു. പുത്തൻ തോർത്തവിടെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ആരുടെ പടം മാത്രം ഉണ്ടായിരുന്നില്ല. ബാക്കി സകല ഇടപാടുകളും കേരളത്തിലെ ഒരു പ്രമുഖ വസ്ത്രാലയം പെന്തക്കോസ്തുകാരുടെ വസ്ത്രാലയത്തിൽ വിഷുവിന് കണിവെച്ചിരുന്നത് കണ്ടു ഞാൻ. വേണേ പറയും പെന്തക്കോസ്തുകാർ മാത്രമാണോ വന്ന് തുണി അവിടെ മേടിക്കുന്നത്, വസ്ത്രം വാങ്ങിക്കുന്നത്? നാനാ ജാതി മതസ്ഥർ വരുന്നില്ലേ, അവർക്കായിട്ടായിരിക്കും. പക്ഷെ അത് ദൈവ പൈതലേ, ഈ കണി വെച്ചേച്ച് ഞായറാഴ്ച ദൈവത്തെ സത്യത്തിലാത്മാവിൽ ആരാധിക്കാൻ പോയില്ലേ, കർത്തൃമേശ എടുത്തില്ലേ, അത് നിനക്കൊരു കെണിയായി മാറി. ഇന്നും ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ ഈ ജാതി പടങ്ങളും പൂജാദ്രവ്യങ്ങളും വെച്ചിരിക്കുന്ന എല്ലാ ഭവനങ്ങളും അതൊരു കെണിയായിരിക്കുകയാണ്. നമ്മുടെ വരട്ടെ, അബ്രാം ദൈവത്തെ കണ്ടു, യാത്ര തിരിച്ചു. വെളിപ്പെടാനിരുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച ഗലാത്യലേഖനം നമ്മൾ വായിക്കുന്നത്. നമ്മൾ വെളിപ്പെടുവാനുള്ള വിശ്വാസത്തിന് വേണ്ടി ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. വെളിപ്പെടുവാൻ വിശ്വാസം. ഈ വിശ്വാസം എന്നിൽ വെളിപ്പെടുന്നത് 1982 അതുപോലെ ഞാനും ഒരു വിശ്വാസം, ഒന്നിലധികം വിശ്വാസത്തിന് അധീനനായിരുന്നു. എന്നാൽ ഇന്ന് ഈ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന്റെ വിശ്വാസത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ചുവെന്നും ആ യേശു കർത്താവ് എന്റെ രക്ഷകനാണെന്നും എന്നെ രക്ഷിക്കുവാൻ കർത്താവ് ആഗ്രഹിച്ച് പലപ്പോഴും ദാസിമാരെ ഭവനത്തിൽ അയച്ച് ഈ രക്ഷയുടെ ദൂതറിയിച്ചപ്പോൾ പാരമ്പര്യവും പൗരോഹിത്യവും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിമിത്തം തള്ളിക്കളഞ്ഞപ്പോൾ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കഷ്ടതയുടെ തീച്ചൂളലുകൾ നടത്തി. അങ്ങനെ ഞാൻ കഷ്ടതയിലായത് ദൈവത്തിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ ഗുണമായി. സ്തോത്രം. അങ്ങനെ ഈ വിശ്വാസത്തെ എത്തിച്ചേർന്നു. അതുകൊണ്ട് യൂദാ അപ്പോസ്തലൻ ഭാരത്തോട് പറയാണ്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം.
മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ആവർത്തന ഇതിന് പറയുന്നില്ലെങ്കിലും ചൂണ്ടിപ്പാൻ ആഗ്രഹിക്കുന്നു. ഈ വിശ്വാസത്തെക്കുറിച്ച് തള്ളിക്കളയുവാൻ, ഈ ഉപദേശത്തെ, സുവിശേഷത്തെ മാറ്റിമറിക്കുവാൻ പലപ്പോഴും പ്രലോഭനങ്ങളും ആലോചനകളും ഉപദേശങ്ങളൊക്കെ വരും. അതുകൊണ്ട് പരിശുദ്ധാത്മാ പറഞ്ഞു, ഞങ്ങൾ ഈ പറഞ്ഞ സുവിശേഷത്തിനപ്പുറത്ത് മറ്റൊരു സുവിശേഷം, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും പ്രസംഗിക്കുന്നുവെങ്കിൽ അങ്ങനെ പ്രസംഗിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ ദൈവവചനം കേട്ട് അനുസരിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതൊഴികെ എന്നുള്ള വാക്യം ഗലാത്യ ലേഖനത്തിലല്ലേ നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. അവിടെ ശക്തമായൊരു പ്രബോധനമാണ് പൗൽ മുഴു ലോകത്തിനു നൽകുന്നത്. അത് വളരെ ഈണത്തിൽ പാടിപ്പറയുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്, ഭാരതത്തിലുണ്ട്. കേരളത്തിലെ ആ സമൂഹം ഭാരതത്തിലുണ്ട്. ലോകത്തെവിടെയും അവരുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കളുണ്ട്. അവിടെ എല്ലാം അത് മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലെല്ലാം, മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക്, ഇംഗ്ലീഷിലേക്ക്, മറ്റിതര ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഭാഷാന്തരം ചെയ്ത് പാടുന്നുണ്ട് കുർബാന മധ്യേ. ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതൊഴിച്ച് ഇങ്ങൊരുവൻ വന്നറിയിച്ചാൽ, ഗലാത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. സ്തോത്രം. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു. മതി. ഈ പറഞ്ഞ വാക്യത്തെ നീളത്തിൽ, വളരെ നീളത്തിൽ ശ്ലോകമാക്കി പാടുന്നതാണ്. ഞങ്ങൾ നിങ്ങൾ അറിയിച്ചതൊഴി ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൻ ശാപം. എന്നിട്ട് തന്നോടില്ലാത്ത പറഞ്ഞിട്ടുണ്ട്, പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം തൊട്ടവസാനിപ്പിപ്പോൻ ധന്യൻ. ഒടുവിൽ പാടിയ വരികൾ മറ്റു പലയിടത്തും ഒക്കെ കടമെടുത്തതാ. എങ്കിലും ഗലാത്യ ലേഖനത്തിലെ ഈ 1-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യം ശ്ലോകമാക്കി എല്ലാ കുർബാന മധ്യേ ചൊല്ലുന്നവർ ഈ പറഞ്ഞിരിക്കുന്ന ഉപദേശത്തിന് വിപരീതമായ ഉപദേശങ്ങളാണ് അനുസരിക്കുന്നത്, ചെയ്തു കൂട്ടുന്നത്. എന്നിട്ട് അവർ തന്നെ പാടുകയാണ്, ഇതനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ്. ഇനി ദൂതൻ എന്ന് പറഞ്ഞാൽ ഇതനുസരിക്കുന്ന ശപിക്കപ്പെട്ടവനാണ്. എന്നിട്ട് ദൈവത്തിന്റെ വചനം തൊട്ട് അവസാനിപ്പിക്കുന്നവനാണ് ധന്യൻ. സ്തോത്രം. അപ്പോൾ പൗലോസ് വളരെ വേദനയോട് പറയണം, ഇങ്ങനെ സംഭവിക്കും. മനുഷ്യർ വരും ദൂതുമായിട്ട്, ഇനി ദൂതന്മാർ തന്നെ വന്നേക്കാം. അതുകൊണ്ട് വെളിച്ച ദൂതന്റെ വേഷത്തിൽ പിശാച് വരും, ദൂത് പറയിക്കും, സ്വപ്നം തരും, ദർശനം തരും. അതാണല്ലോ പലയിടത്തും ഉള്ളത്. ഉടമ്പടി എടുപ്പിക്കുക, അവിടുത്തെ ഭസ്മമോ പേപ്പറോ കലക്കി കുടിപ്പിക്കുക, ഉടമ്പടിക്കായി രൂപ കൊടുക്കുക. ആരോടാ ഉടമ്പടി? കർത്താവിനോട് ഉടമ്പടി എടുക്കുന്നതിന് യാതൊരു ചെലവുമില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതിക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്, വചനം പറയുന്നത്. സ്തോത്രം. എന്നാൽ അതിനപ്പുറമാണ് ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ വളരെ, ക്ഷമിക്കണമേ, യൂദാ അപ്പോസ്തലൻ ഈ പറഞ്ഞത് എല്ലാ അപ്പോസ്തലന്മാരും ഒരുപോലെ വിളിച്ചു പറഞ്ഞത്. യാക്കോബ് പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞു, പത്രോസ് പറഞ്ഞു, യേശു പറഞ്ഞു, യൂദാ പറഞ്ഞു, പൗലോസ് പറഞ്ഞു. ഈ പറഞ്ഞവരെല്ലാം ഈ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിങ്ങളിൽ വിശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. സ്തോത്രം. അവിടെ എല്ലാവരും മുന്നറിയിപ്പ് തന്നു. കൃപയെ നിലനിൽക്കുവാൻ, വിശ്വാസം നിൽക്കാൻ എപ്പോഴും ജനത്തെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നു. നമ്മൾ വായിക്കാം പത്രോസ് പറഞ്ഞ കാര്യം. 2 പത്രോസ് 1:12 വാക്യം ഇന്ന് വായിക്കും. ഇതേ തുടർന്നുള്ള ചിന്തകൾ ഈ ദിവസങ്ങളിലൊക്കെ മുന്നോട്ട് പോകാം. കർത്താവിനെ വെച്ചാൽ തുടർന്നുള്ള എപ്പിസോഡുകൾ ഇതായിരിക്കും. സ്തോത്രം. 2 പത്രോസ് 1:12 വാക്യം. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും. എല്ലാവരോടും അല്ലി പറയുന്നത്, അറിഞ്ഞവർ, നമ്മൾ വെളിപ്പെട്ട വിശ്വാസത്തിൽ വന്നവർ. ഈ അറിഞ്ഞവരോട് എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് അറിഞ്ഞവരോട്.
പല ഭവനങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ക്രൈസ്തവർ എന്ന് പേരുള്ളവർ പറയും, എന്തിനാ ഇവിടെ വന്നേ സുവിശേഷം പറയാം? ഞങ്ങൾക്ക് വേണ്ട. അതെന്നാ, ഞങ്ങൾ ക്രിസ്ത്യാനികൾ. ഇതുകൊണ്ട് അപ്പുറത്ത് ഞങ്ങളുടെ സ്നേഹിതൻ ഹിന്ദുവിൻ്റെ വീടുണ്ടല്ലോ, അങ്ങോട്ട് ചെല്ല്. അതിനപ്പുറത്താണ്ട് മുസൽമാനുണ്ടല്ലോ, അങ്ങോട്ട് ചെല്ല്. ഞങ്ങൾക്കിതറിയാം. എന്തോ അറിയാവുന്ന രക്ഷ എന്താണെന്ന് അറിയാമോ? എന്തിനാ സ്നാനമെന്നറിയാവോ? നിത്യാവിശ്വാസ പ്രമാണം ചൊല്ലിത്തീർക്കുമല്ലോ, പാപമോചനത്തിന് മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയെങ്കിൽ പാപമോചിക്കാൻ മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പാപമോചനത്തിന് വേണ്ടി പിന്നെയും ശനിയാഴ്ചകളിൽ ഇതര ദിവസങ്ങളിൽ, കടപ്പെട്ട ദിവസങ്ങളിൽ ചെന്ന് കുമ്പസാരിക്കുകയല്ലേ? പാപമോചനത്തിന് വേണ്ടി കുമ്പസാരിക്കുവാൻ ഈ തിരുവചനം എവിടെയുണ്ടോ? മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നാണ് തിരുവചനം. സ്തോത്രം. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയിരിക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും. സ്തോത്രം. ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കണം. അത് തന്നെ യൂദാ പറഞ്ഞത്. നിങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, നിങ്ങൾക്ക് ലഭിച്ച സത്യം. യേശു കർത്താവ് പറഞ്ഞ സത്യം നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യത്തിന് മാത്രമേ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്താനൊക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കണം. ലഭിച്ച സത്യം ഉറച്ചു നിൽക്കണം. എന്നുവരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. സ്തോത്രം. ഇത് പത്രോസ് പറയാണ്, ഈ സത്യം, ഇത് ഈ വചനത്തിൽ വന്നവർ ഇതിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. എന്നാൽ ഒരു പക്ഷേ അതിൽ നിന്ന് ഉറപ്പ് മാറിപ്പോയേക്കാം, വ്യതിചലനം ഉണ്ടായേക്കാം, മാറ്റം, വ്യത്യാസം വന്നേക്കാം. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കുവാൻ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത് ഓർപ്പിപ്പാൻ ഒരുങ്ങിയിരിക്കും. നിങ്ങൾ ഇത് ഓർപ്പിക്കുവാൻ, പിന്നെയും ഓർപ്പിക്കുവാൻ, ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കണമെന്നുള്ളത് ഓർപ്പിക്കുവാൻ പിന്നെയും ഞാൻ ഒരുങ്ങുന്നു. വചനം പറഞ്ഞ് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല. രക്ഷ വന്നു അതുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല. സ്നാനപ്പെട്ടു അതുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല. അഭിഷേകം പ്രാപിച്ചു അതുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല. ഞായറാഴ്ചകളിലും ഇതര സമയത്തും യോഗങ്ങളിലും ആരാധന സംബന്ധിക്കുന്നു, അതുകൊണ്ട് അവസാനിക്കുകയല്ല. എന്നാൽ ഈ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ നിങ്ങളെ പിന്നെയും ഓർപ്പിക്കേണ്ടതുണ്ട്. നാം യാത്ര ചെയ്യുമ്പോൾ റോഡിൽ വെള്ളം മഞ്ഞയും വരകൾ കാണാം. ചില നാളത്തെ തുടർച്ചയായ വാഹനങ്ങൾ അതിലൂടെ കയറി ഇറങ്ങി ടയറുകൾ ഉരസുന്നതുകൊണ്ടും മഴ പെയ്യുന്നതുകൊണ്ടും ഒക്കെ ഈ റോഡിലെ വരകൾ മങ്ങിപ്പോകാറുണ്ട്. വെള്ളയും മഞ്ഞയും വരകൾ മങ്ങിപ്പോകാറുണ്ട്. അപ്പോഴാണ് കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് വീണ്ടും വലിയൊരു യന്ത്രം കെട്ടിവലിച്ചൊരു വാഹനം മുന്നിൽ, അതിന് പിന്നിൽ പോകുന്ന യന്ത്ര സംവിധാനത്തിലൂടെ റോഡിൽ വെള്ളവര വയ്ക്കുന്നു, മഞ്ഞ വരകൾ ഇടുന്നു, നടുക്കൂടെ സീബ്ര ലൈൻ ഇടുന്നു, ബസ് ബേ അത് എഴുതി വെക്കുന്നു. അതിന് കാരണം ഒരിക്കൽ എഴുതി വെച്ചു, ഒരിക്കൽ വരച്ചു വെച്ചു. പക്ഷേ കാലപ്പഴക്കത്തിൽ വാഹനങ്ങൾ അതിന് മീതെ കൂടെ ഉരുണ്ടപ്പോൾ ആ പെയിന്റുകൾക്ക് വ്യത്യാസം വന്നു, ഫെയ്ഡായി, അതിന്റെ കളർ മാറിപ്പോയി. പലയിടത്തും റോഡിന്റെ കളറിനോട് കറുത്ത ടാറിന്റെ കളർ പോലായിപ്പോയി. വെള്ളയൊന്നും കാണാനില്ല, മഞ്ഞ കാണാനില്ല, നടുക്കുള്ള രണ്ട് വരയ്ക്ക് ഇട്ടിരുന്ന വരകൾ കാണാനില്ല. റോഡ് ഒരുപോലെ തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ റോഡ് അതോറിറ്റിക്കാർ എന്ത് ചെയ്യും? ഈ വാഹനം പിന്നെയും കൊണ്ടുവരും. റോഡിന് നടുക്കൂടെ അവർ വരകൾ വരയ്ക്കും. എന്തിനാ? ഓരോ വാഹനം മുന്നോട്ടും എതിർവശത്തേക്കും വരുന്ന വാഹനങ്ങൾ പോകാനുള്ള വഴികൾ, നമ്മുടെ ഭാരതത്തിലാണെങ്കിൽ മുന്നോട്ട് പോകുന്ന വാഹനം ഇടത് ഭാഗത്തും തിരികെ വരുന്ന ഇങ്ങോട്ടുള്ള വാഹനം വലത് ഭാഗത്തൂടെ പോകണം. എന്നാൽ ഗൾഫ് നാടുകൾ തിരിഞ്ഞാണ്, വലത് ഇടത്തൂടെ പോകും. അമേരിക്കയിലും അങ്ങനെയാണ്. എന്നാൽ UK അവിടെ ഇവിടുത്തെ രീതിയാണ്. അവരാണല്ലോ ഇവിടെ വണ്ടി ഓടിപ്പിച്ചത്, അതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ പോലെ അല്ല അവിടെ, അല്ലെങ്കിൽ അവിടുത്തെ പോലെ ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം.
3 വരി, 4 വരി, 5 വരി, 6 വരി പാതകളിലാണെങ്കിൽ ഒരേ വശത്തൂടെ തന്നെയായിരിക്കും വാഹനം പോകുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ അത്രയുള്ള വാഹനം, കേരളത്തിൽ പ്രത്യേകിച്ച് 3 വരി പാതകളൊക്കെ തുലവും കുറവാണ്. 2 വരി പാതകൾ തന്നെ വളരെ ചുരുക്കമാണ്. പിന്നുള്ളത് നേരെ കയറിപ്പോകുന്ന പാതകളാണ്. ഇപ്പം പലയിടത്തും പാതകൾ പണിയുന്നുണ്ട്. കേരളത്തിൽ MC റോഡ് എന്ന വാഹനത്തിൽ തിരുവനന്തപുരം മുതൽ അങ്കമാലി വഴി പോകുന്ന MC റോഡ് നേരെ കയറി പോവുക. അങ്ങനെ നേരെ വരുന്ന വാഹനം കൂട്ടിമുട്ടാതിരിക്കാനാണ് നടുവിലൊരു വര. ആ വര അതിക്രമിച്ച് കയറരുത്. ആ വരയ്ക്ക് തന്നെ പല നിബന്ധനകളുണ്ട്. മഞ്ഞ വരയുണ്ട്, വെള്ളവര മുഴുവനുണ്ട്, വെള്ളവരയിൽ ഇടയ്ക്കൂടെ ഡോട്ട് ഇട്ടിട്ടുണ്ട്. എന്നാൽ കാലക്രമത്തിൽ മഴയുടെയും ചൂടിന്റെയും ഓടുന്ന വാഹനങ്ങളുടെ ടയറുകൾ ഉരസി ഈ പെയിന്റുകൾ ഫെയ്ഡായി പോകുമ്പോൾ, മങ്ങിപ്പോകുമ്പോൾ അപകട സാധ്യതയുണ്ട്. ഒരപകടമുണ്ടായാൽ ഞാൻ എന്റെ വശത്തൂടെ വന്നെന്ന് പറഞ്ഞാൽ എവിടാ വശം? 2 ഡ്രൈവർമാരും ഇതെന്റെ വശമാ. എന്നാൽ വരയുണ്ടെങ്കിൽ പറയാം റോങ് സൈഡാ കയറി വന്നെന്ന്. അതുകൊണ്ട് അത് ഓർപ്പിക്കുവാൻ തക്കോണം ഇടയ്ക്കിടയ്ക്ക് ഈ വര ആഞ്ഞെടുത്ത് വരയിടുന്നത് പോലെ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പത്രോസിൽ കൂടെ പറയുകയാണ്, ഞാനിത് നിങ്ങളെ ഓർപ്പിച്ചുണർത്തുകയാണ്. അങ്ങനെ ബാക്കി ഒന്ന് വായിച്ചേ. അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിൽ റോഡിലെല്ലാം വരകളുണ്ട്. എന്ന് വരികിലും നമുക്കറിയാം, നടുക്കൂടെ 2 വശത്തൂടെ പോകണം, നമുക്കറിയാം. എന്ന് വരികിലും വര കാണാൻ, നടുവിലൂടെയുള്ള വര കാണാൻ, ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ, ഇത് നിങ്ങളെ എപ്പോഴും എല്ലാ ഡ്രൈവർമാരെ ഓർപ്പിക്കുവാൻ, ഇടയ്ക്കിടയ്ക്ക് വര വെക്കുന്ന പോലെ പത്രോസ് പറയും, ഇത് എപ്പോഴും ഓർപ്പിക്കുവാൻ ഞാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുക, ഞാൻ തയ്യാറായിരിക്കും. അതാണ് സുവിശേഷകന്റെ ലക്ഷ്യം. അതാണ്. സ്തോത്രം. തീർന്നില്ല. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ. എന്നിട്ട് പത്രോസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ പറഞ്ഞേക്കാം, പത്രോസെ എത്ര നാളത് പറയും? എത്ര നാള് പത്രോസ് പറയും? പത്രോസിന് പ്രായമാകും, പത്രോസ് മരിക്കും. പത്രോസ് മരിച്ചാൽ എന്ത് കൊടുക്കും? പിന്നെ ഇതാര് പറയും? വേണമെങ്കിൽ ചോദ്യം ചോദിക്കുന്നവർക്ക് ചോദിക്കാൻ അവസരമുണ്ട്. റോഡുകളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു എഞ്ചിനീയർ പോയി റിട്ടയർ ആയാൽ അടുത്ത എഞ്ചിനീയർ വരും, അടുത്ത ഉദ്യോഗസ്ഥന്മാർ വരും. ലാസ്റ്റ് ഗ്രേഡ് തൊട്ട് മുകളിലോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷനാകാം. പെൻഷനാകുമ്പോൾ അവരിട്ട വരകൾ മാഞ്ഞു പോകും. എന്നാൽ ഇട്ട എഞ്ചിനീയറും സൂപ്പർവൈസറും മറ്റൊരു ഉദ്യോഗസ്ഥർക്ക് പെൻഷനായല്ലോ, അതുകൊണ്ട് ഇനി ഇടേണ്ടതാണോ? ഇല്ല, അടുത്ത് വരുന്ന ആള് ഇതെല്ലാം വരപ്പിക്കും. ഈ ചിന്താഗതിയിലായിരിക്കാം ആരോ ചോദിച്ചോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഭാവിയിൽ ചോദ്യം വന്നേക്കും എന്ന് പരിശുദ്ധാത്മാവ് അറിയിച്ചതുകൊണ്ട് പത്രോസ് പറയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ. നമ്മുടെ കർത്താവ്, വിശ്വസിക്കുന്ന ഏവർക്കും കർത്താവ് ഒന്നേ ഉള്ളൂ. അത് കറുത്ത കർത്താവും വെളുത്ത കർത്താവും ഇല്ല. കർത്താവ് ഒരുവനേ ഉള്ളൂ. അത് ആൺകർത്താവും പെൺകർത്താവും ഇല്ല. ഇന്ന് പലയിടത്തും പെൺകർത്താക്കന്മാരുണ്ട്. ലേഡി ജീസസ്, മുടി നീട്ടി വളർത്തിയ ജീസസ്, ഇൻഫന്റ് ജീസസ് ഉണ്ട്. ഇന്നും അവരുടെ ജീസസ് ഇൻഫന്റാ. എന്നാൽ നമ്മുടെ കർത്താവ് എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. എന്റെ കൂടാരം പൊളിയുവാനുള്ള സമയമായി. പത്രോസ് പറയാണ്, ഞാൻ നല്ല പ്രായത്തിൽ എന്റെ യേശു കർത്താവിനെ കണ്ടുമുട്ടി, അവനോടൊപ്പം നടന്നു. എന്നാൽ ഒടുവിൽ അവൻ എന്നോട് പറഞ്ഞു, പത്രോസേ, നീ വൃദ്ധനാകും. വൃദ്ധനായ ശേഷം മറ്റൊരുത്തൻ നിന്റെ കൈക്ക് പിടിക്കും, നിന്റെ അര കെട്ടും, നിന്നെ കൊണ്ടുപോകും. എന്നിട്ട് എന്ന് പറഞ്ഞാൽ നീ വൃദ്ധനായ ശേഷമേ മരിക്കുകയുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിയുവാൻ സമയമായി എന്ന് പറഞ്ഞാൽ ഇപ്പം പത്രോസിനെ മറ്റാരോ കൈക്ക് പിടിച്ചു കൊണ്ടു നടക്കുകയാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞത് സ്തോത്രം. ഇപ്പോൾ അത് സംഭവിക്കുകയാണ്. പത്രോസിന്റെ കരത്തിൽ മറ്റാരോ പിടിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം കാണാൻ സാധിക്കും. കർത്താവ് അറിവ് കൊടുത്തു. എന്താ അറിവ് കൊടുത്തത്?
ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. പത്രോസെ പറയണം ആമേൻ ആമേൻ. വാസ്തവമായി verily verily I say unto you, പത്രോസ് പീറ്റർ, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ യൗവനക്കാരനായിരുന്നു. നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. ഇഷ്ടം പോലെ പോയി. വയസ്സനായ ശേഷമോ വയസ്സനായ ശേഷം നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. സ്തോത്രം. നീ കൈ നീട്ടും, മറ്റൊരുത്തൻ കൈക്ക് പിടിക്കും, മറ്റൊരാൾക്ക് അരകെട്ടും. നിനക്കിഷ്ടം എന്ന് പറഞ്ഞാൽ നീ പറയാ ഇന്ന് യോപ്പയിലേക്ക് വാ, അന്നേരം മറ്റൊരാൾ ഇന്ന് യോപ്പയ്ക്ക് ഇവിടെ നെരജവി പോയാൽ മതി. സ്തോത്രം. കാരണം ഇന്നാണ് പറയും വണ്ടിക്ക് പെട്രോൾ അടിക്കണം, അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ യാത്രാ സൗകര്യം അവിടേക്കാം. പത്രോസിന് താല്പര്യം യോപ്പയിലേക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കായിരിക്കാം. പക്ഷെ കൊണ്ടുപോകുന്നയാളിൽ യോപ്പയ്ക്ക് പോകാൻ താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പത്രോസിന് ആരോഗ്യം ബലമുള്ളപ്പോൾ പത്രോസ് യോപ്പയ്ക്ക് പോയി, യോപ്പയ്ക്ക് തന്നെ പോയി. തന്റെ അകത്ത് എങ്ങോട്ട് പോകണമോ അങ്ങോട്ട് പോയി. എന്നാൽ പറഞ്ഞു നീ വൃദ്ധനാകും. രണ്ട് കാര്യം. ഒന്ന്, നീ യൗവനക്കാരനായിരുന്നു. അടുത്തത് നീ വൃദ്ധനായ ശേഷം നീ കൈ നീട്ടും, മറ്റൊരുത്തന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകും. ഇതാണ് കർത്താവ് കൊടുത്ത അറിയിപ്പ്. അതുകൊണ്ട് പത്രോസ് പറയാണ്, കർത്താവ് എനിക്ക് തന്ന എന്നെ അറിയിച്ചതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൈ നീട്ടുന്നു, മറ്റൊരാൾ കൊണ്ടുപോകുന്നു, മറ്റൊരാളെ മുറുക്കി കൊടുക്കാൻ സഹായിക്കുന്നത്. താൻ ശരീരത്തിൽ ബലഹീനനായി, കാര്യങ്ങൾ തന്റെ നിര്യാണ കാലം അടുത്തു, എന്റെ കൂടാരം പൊളിയുവാൻ സമയമായി. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് എനിക്ക് തന്ന അറിവ് പ്രകാരം എന്റെ കൂടാരം പൊളിയുന്നു, ഞാൻ മരണത്തോട് അടുക്കുന്നു, ഞാൻ അറിയുന്നു, ഞാനത് മനസ്സിലാകുന്നു. ഇതിനകത്ത് മറ്റൊരു ദൂതോടുണ്ടെങ്കിലും പ്രിയമുള്ളവരെ, നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഉലോസത പറഞ്ഞത്, നിങ്ങളെല്ലാം നാം അറിയുന്നത് പോലെ നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. കർത്താവ് തൻ ഗംഭീരനോർത്ത് കണ്ണുമേക്കിനിടയിൽ നാം രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഏതോ സംസ്കാര ശുശ്രൂഷയിൽ പൗലോസ് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് അവബോധം നിമിത്തം പരിശുദ്ധാത്മാവ് നൽകിയ അറിയിപ്പിൻ പ്രകാരം പൗലോസ് പറയുകയാണ്, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളത്തില്ല. നാം എല്ലാവരും ഈ മരണത്തെക്കുറിച്ച് നിദ്ര എന്നാ പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 52-ാമത്തെ വാക്യത്തിൽ ഒരു രഹസ്യം, ഒരു മർമ്മമാണ്. കുർബാനയല്ല മർമ്മം. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, നമ്മളെല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളനാദത്തിങ്കിൽ കാഹളം ധരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിനിടയ്ക്ക് നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. അവിടെ പറഞ്ഞ നിദ്ര കൊള്ളാത്തവരുടെ കാര്യം പറഞ്ഞത്, മരിച്ചുപോയവരുടെ കാര്യമല്ല. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. കാഹളം ധ്വനിക്കുമ്പോൾ കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. സ്തോത്രം. 1 തെസ്സലോനിക്കയിൽ ഇത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. വേറൊരു വേർഷനല്ല, ഇത് തന്നെയാ പറഞ്ഞത്. അപ്പൊ നിദ്ര കൊള്ളുകയില്ല. കണ്ണുമയ്ക്കുന്നതിനെ രൂപാന്തരം പ്രാപിക്കും. അതുകൊണ്ടാണ് 90-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ദൈവമേ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ജ്ഞാനമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. സ്തോത്രം. ഇനി എത്ര ദിവസം കൂടെ ഉണ്ട്? എനിക്ക് നിങ്ങൾക്ക് എത്ര ദിവസമുണ്ട്? നിശ്ചയമായും പത്രോസ് പറഞ്ഞു, ഞാൻ അറിയുന്നു. അങ്ങനെയെങ്കിൽ അത് ആരായുന്നവന് അത് അറിയുവാൻ്റെ ഫലമിടയായിത്തീരും. മടങ്ങി വരാം. ഞാൻ അറിഞ്ഞിരിക്കുന്ന പോലെ എന്റെ കൂടാരം പൊളിയുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. ക്ഷമിക്കണം.
സ്തോത്രം. രക്തരാജ്യം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കാൻ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം എന്റെ കൂടാരം പൊളിയാൻ പോവുക. എന്റെ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക. നേരത്തെ പറയുന്നു, ഈ കാര്യം നിങ്ങളെ ഓർപ്പിക്കും ഞാൻ. എന്റെ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്തും. അതിനർത്ഥമുണ്ട്, ഞാൻ കൂടാരം വിട്ട ശേഷം നിങ്ങളെ ഇത് ഓർപ്പിക്കാനും ഉണർത്താനും എനിക്ക് കഴിയത്തില്ല. ഞാൻ ജീവനോട്ടിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് പ്രസംഗിക്കാൻ പറ്റൂ. ഞാൻ ജീവനോട്ടിരിക്കുമ്പോൾ മാത്രമേ നിങ്ങളെ പ്രബോധിപ്പിക്കത്തുള്ളൂ. ഞാൻ ജീവനോട്ടിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കത്തെഴുതത്തുള്ളൂ. എന്നാൽ എന്റെ മരണശേഷം എന്റെ കൈകാലുകൾ അനങ്ങുകയില്ല, എന്റെ വായ തുറക്കുകയില്ല, എന്റെ അധരം ഉപയോഗിക്കാൻ കഴിയുകയില്ല, നാവ് പൊങ്ങുകയില്ല, ഉയരുകയില്ല. അതുകൊണ്ട് എന്റെ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ യുക്തമെന്ന് വിചാരിക്കുന്നു. എന്നിട്ടോ നിങ്ങൾ അതിന്റെ നിര്യാണത്തിന്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യും? എന്റെ മരണശേഷം നിങ്ങൾ അത് ഓർക്കും എന്ന് പറയാം. എന്റെ മരണശേഷം ഞാൻ പ്രസംഗിക്കുമെന്നല്ല, എന്റെ മരണശേഷം നിങ്ങൾ എന്നെ ഓർക്കുമെന്നല്ല. പത്രോസ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, പുത്രൻ തമ്പുരാനോട് പറയണമെന്നല്ല. എന്റെ മരണശേഷം നിങ്ങൾ ഓർക്കും. എന്തോർക്കും? ഞാൻ ജീവനോടെ ഇരുന്നപ്പോൾ നിങ്ങളെ ഇത് ഓർപ്പിച്ചുണർത്തിയതാണെന്ന്. പത്രോസ് ജീവനോട് ഇരുന്നപ്പോൾ ഈ കാര്യം പറഞ്ഞതാണെന്ന്. സ്തോത്രം. പലരുടെയും മരണശേഷം പറഞ്ഞു കേട്ടിട്ടില്ലേ? മരണത്തെ കണ്ടതുപോലെയുണ്ട്. എല്ലാരെയും വിളിച്ച് സംസാരിച്ചു, കൊടുക്കാനുള്ളതെല്ലാം എഴുതി വെച്ചു, കിട്ടാനുള്ളതെല്ലാം എഴുതി വെച്ചു. മരണം മുൻ കണ്ടതുപോലെ. സ്തോത്രം. അപ്പോൾ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ മരണശേഷം ഒന്ന് പറയാൻ പറ്റുമോ? പറ്റും. അത് വരുന്നത് ഈ മരിച്ചുപോയവരല്ല, മറ്റേ പുള്ളിയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവ പേരുള്ളതായ ഒരു IPS ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ കേസ് അന്വേഷണത്തിൽ മരിച്ചുപോയവന്ന് സഹായിച്ചു എന്നൊക്കെ പറയുന്നത്. നിശ്ചയമായിട്ട് സഹായിച്ചത്. പക്ഷെ മരിച്ചുപോയവരല്ല, മറ്റേ പുള്ളിയാ. ആരാ? ശൗലിന്റെ അടുക്കലേക്ക് വന്ന, ശമൂവേലിന്റെ വേഷത്തിൽ വന്ന പിശാച്. ശൗൽ രാജാവ് കാണുന്നത് കണ്ടതല്ല, വെളിച്ചപ്പാടത്തിൽ കണ്ടത് വലിയ നിലയെങ്കിൽ ധരിച്ചൊരു മനുഷ്യൻ ഭൂമി അടിയിൽ നിന്ന് കയറി വരുന്നതാണ് കാണുന്നത്. പക്ഷെ ആ വസ്ത്രവും കാര്യങ്ങളും കണ്ടേച്ച ഫോഷ്കിന്റെ ആത്മാവ് വെളിച്ചപ്പാട് സ്ത്രീ, അയ്യോ ഇത് ശൗലാകുന്നേന്ന് പറഞ്ഞു. അല്ല, ശമൂവേലാകുന്നു. ശമൂവേൽ കയറി വരണമെങ്കിൽ കാണാൻ വന്നിരിക്കുന്നത് ശൗലാണെന്ന് ആ സ്ത്രീക്ക് ബോധ്യമായി. പിശാചിന് നല്ല വെളിപ്പുണ്ട്, കള്ളമേ പറയുള്ളെങ്കിലും. എന്നിട്ടെന്നാ പറഞ്ഞത്? നാളെ ഈ നേരത്ത് നീ എന്നോടൊപ്പം വരും. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ വിട്ടെറിഞ്ഞ് ഭൂതം പിടിച്ച് കൊല്ലാൻ നടന്ന് സകല ദ്രോഹവും ചെയ്ത് ദൈവകൽപ്പന അനുസരിക്കാതെ പോയ ശൗൽ സ്വർഗ്ഗത്തിൽ പോയോ? ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, വചനത്തിലൂടെ പോണം, തെറ്റിപ്പോകരുത്. ആ പോലീസ് ഓഫീസർ അസന്നിഗ്ധമായി പറഞ്ഞു, മരിച്ചുപോയവരുടെ ആത്മാവ് എന്നോട് വന്ന് പറഞ്ഞു എന്നെ കൊന്നതാരാണെന്ന്. എന്നെ കൊന്നതാരാണെന്ന് മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവ് അല്ലെങ്കിൽ പ്രേതം എന്നോട് പറഞ്ഞു. ഞാൻ അതനുസരിച്ച് പോയി കുറ്റവാളിയെ കണ്ടെത്തി. കുറ്റം തെളിഞ്ഞു. കൊലപാതകം നിഷേധിക്കാനാകാത്ത വിധം കാര്യങ്ങൾ നടന്നു. കുറ്റവാളിക്ക് ശിക്ഷ കിട്ടിയെന്നാണ് പറയുന്നത്. കിട്ടും. പക്ഷെ ആ വന്നത് മരിച്ചുപോയ ആളല്ല. തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു, മരിച്ചുപോയതിന് ഭൂമിയിലേക്ക് പോകാൻ പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ ധനവാനായ മനുഷ്യൻ ഭൂമിയിൽ വന്ന് തന്റെ സഹോദരന്മാരോട് പറഞ്ഞേനെ, ഞാൻ നരകത്തിൽ പോയടാ അനിയന്മാരെ, മാനസാന്തരപ്പെടാത്തതുകൊണ്ടാണ് പോയത്. നിങ്ങളും അങ്ങോട്ട് വരാതിരിക്കാൻ നേരെ ജീവിക്കണം, മാനസാന്തരപ്പെടണം എന്ന് ധനവാന് പറയാമായിരുന്നു. പറ്റിയോ? അത് പറ്റാത്തത് കൊണ്ടാണ്, ധനവാനൊക്കാത്തത് കൊണ്ട്, തന്റെ ആത്മാവിന് പറ്റാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ പുണ്യപ്പെട്ട ആത്മാവായിരിക്കുന്ന ലാസറിന്റെ ആത്മാവിന് പറ്റിയെങ്കിലോ? അതിന് അബ്രഹാം പിതാവിനോട് പറഞ്ഞത്, അബ്രഹാം പിതാവേ, ലാസറിനെ എന്റെ ഭവനത്തിലേക്ക് അയക്കണേ, അവൻ ചെന്ന് അവിടെ പറയട്ടെ. അന്നേരം പറഞ്ഞത് ഇല്ല, അത് പറ്റുകയില്ല. അപ്പോഴാണ് പറഞ്ഞത്, അവിടെ എന്തുണ്ട്? പ്രവാചകന്മാരും ന്യായപ്രമാണവും ഉണ്ട്.
മാനസാന്തരപ്പെടാൻ പറയാൻ പ്രസംഗിക്കുവാൻ ദൈവദാസന്മാരുണ്ട്, ദൈവത്തിന്റെ പുസ്തകമുണ്ട്. അത് കേട്ട് ആ ദൈവദാസന്മാർ, ജീവനുള്ള ദൈവദാസന്മാർ പറയുന്നത് കേട്ട് മാനസാന്തരപ്പെട്ടാൽ മതി. ജീവന്റെ വചനം കേട്ട് മാനസാന്തരപ്പെടുന്നെങ്കിൽ പെട്ടാൽ മതി. അല്ലാതെ ഇവിടുന്ന് മരിച്ചുപോയവന്റെ ആത്മാവ് ചെന്ന് ആളുകളെ മാനസാന്തരപ്പെടുത്തുന്ന പരിപാടി പുസ്തകത്തിലില്ല. അത് ദൈവിക പദ്ധതിയല്ല. അതുകൊണ്ട് പറ്റുകയില്ല മകനെ എന്നാണ് അബ്രഹാം പറഞ്ഞത്. സ്തോത്രം. അങ്ങനെ പറ്റുമായിരുന്നുവെങ്കിൽ ധനവാന്റെ ആത്മാവ് ഭൂമിയിലേക്ക് വന്നേനെ. പറ്റില്ല. അപ്പോൾ ചോദിക്കും, എങ്ങനെ പറ്റും? ഇതെങ്ങനെ സംഭവിച്ചു? ശമൂവേലിന്റെ 1-ാം പുസ്തകം 28-ാം അധ്യായത്തിൽ ഞാൻ കാണുന്നു. അവൻ അവളോട് അവന്റെ രൂപം എന്താണെന്ന് ചോദിച്ചു. ഞാൻ ആരെ വരുത്തി തരണമെന്ന് ശൗൽ ചോദിക്കുന്നുണ്ട്. സോറി, വെളിച്ചപ്പാടത്തെ സ്ത്രീ ചോദിക്കുക, ശൗലിനോട് ചോദിക്കുകയാണ്. ഞാൻ ആരെ വരുത്തി തരേണ്ടു എന്ന് സ്ത്രീ ചോദിച്ചതിന് ശമൂവേലിനെ വരുത്തി തരണമെന്ന് അവൻ പറഞ്ഞു. ശമൂവേലിനെ വരുത്തണം. വെളിച്ചപ്പാടത്തി വിളിച്ചു വരുത്തുന്ന ഒരാളാ. മരിച്ചുപോയ ആത്മാക്കളെ വരുത്തുന്നവർ ഉണ്ടെന്ന് പറഞ്ഞത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, വരും. പക്ഷെ ഈ മരിച്ചുപോയവരുടെ ആത്മാവ് അല്ലേ വരുന്നത്, അവർക്ക് വരാൻ പറ്റുകയില്ല. എന്നാൽ ആ പേരിൽ വരും. ഇവിടെ വന്നു. അതാണ് നമ്മൾ കാണുന്നത്. സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ശൗലിനോട്, നീ എന്നെ ചതിച്ചത് എന്തേ? നീ ശൗലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിശാചിനും അറിയാം. ഈ കണ്ട ശമൂവേലിന്റെ രൂപത്തിൽ കയറി വരുന്നതിനെ കണ്ടപ്പോൾ ശമൂവേൽ പ്രവാചകനെ കാണണമെങ്കിൽ ആരേ വരത്തുള്ളൂ? അവിടെ മനസ്സിലായി, ഇത് ശൗൽ രാജാവാണ്. അതുകൊണ്ട് ആ സ്ത്രീ പറയുകയാണ്, നീ എന്നെ ചതിച്ചെന്താ? വെളിച്ചപ്പാടത്തിമാരെ എല്ലാം കൊന്നൊടുക്കുന്ന രാജാവെ, നീ വന്ന് എന്നോട് പറഞ്ഞു എന്നെ കൊല്ലാനാണോ നീ ചോദിച്ചത്? അതിന് രാജാവ് പറയുകയാണ്, രാജാവ് അവളോട്, ഭയപ്പെടേണ്ട, നീ കാണുന്നത് എന്തെന്ന് ചോദിച്ചതിന്, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു. ആരാ പറഞ്ഞ? ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നു. അവനവളോട് അവന്റെ രൂപം എന്താന്ന് ചോദിച്ചതിന് വ്യക്തമായില്ല, വ്യക്തമാകുന്നില്ല. കണ്ടതെങ്ങനാ? ഒരു ദേവൻ കയറി വരുന്ന ഭൂമിയിൽ നിന്ന്. സ്തോത്രം. പാതാളത്തിൽ നിന്ന് കയറി വരുന്ന ദേവനാണ്. ഒരു ദേവൻ കയറി വരുന്ന ഭൂമിയിൽ നിന്ന്. അവൾ ഒരു വൃദ്ധൻ കയറി വരുന്നു. അപ്പൊ അത് അന്നേരം ശൗൽ രാജാവിക്ക് അവരുടെ രൂപം എന്തുവാ? അപ്പോഴോ വൃദ്ധൻ കയറി വരുന്നു. ഒരു വയസ്സൻ, ഒരു വൃദ്ധൻ കയറി വരുന്നു. അവൻ ഒരു അങ്കിയും ഒരു അങ്കിയും ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശമൂവേൽ എന്നറിഞ്ഞ് ശൗൽ സാഷ്ടാംഗം നോക്കുക. അത് കണ്ടപ്പോൾ അത് ശൗലാണെന്ന്, സോറി ശമൂവേലാണെന്ന് ശൗൽ തിരിച്ചറിഞ്ഞു. വയസ്സൻ അങ്കി ഇട്ടിരിക്കുന്നു. എടാ, വയസ്സന്മാരെല്ലാം അങ്കിയല്ലേ ഇടുന്നത്. പക്ഷെ കാണാൻ പോയ ആളെ ഇങ്ങനെ പ്രതീക്ഷിച്ചു പോയതുകൊണ്ട് കയറി വന്നത് ശമൂവേലാണെന്ന് കരുതി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ശമൂവേൽ ശൗലിനോട്, നീ എന്നെ വിളിച്ചതിനാൽ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്താ? പറയാണ് ശമൂവേൽ വന്ന ആ ആത്മാവരണം, നീ എന്നെ വിളിച്ചതുകൊണ്ട് എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്ത്? നോക്കൂ, വളരെ വ്യക്തമായി തിരുവചനം പുതിയ നിയമത്തിൽ പറയുന്നു. അബ്രഹാമിന്റെ മടിയിലായിരിക്കുന്ന ലാസറിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയോ പറ്റത്തില്ല. കാരണം ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിലൊരു പിളർപ്പുണ്ട്. കാരണം ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തെറ്റിദ്ധരണമാവണം വാചകങ്ങൾ കയറ്റി പിടിപ്പിക്കുക. എനിക്ക് സ്വസ്ഥതയാണെന്ന്. ആന്നോ? തിരുവചനം പറഞ്ഞു, അവിടെ പുഴു ചാകുന്നില്ല, അവിടെ തീ കെടുന്നില്ല, അവിടെ സ്വസ്ഥതയാണോ? ശൗൽ രാജാവിന്റെ മുൻകാല ചെയ്തികൾ 2 വർഷമേ സുബോധത്തോടുത്തുള്ള, ബാക്കിപ്പോഴും ദുരാത്മാവ് കൊണ്ടുവരുന്ന ശൗൽ രാജാവ് ശൗൽ രാജാവ് എന്നോട് ഇപ്പൊ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു എന്റെ സ്വസ്ഥതയ്ക്ക്. എന്നാൽ നരകത്തിൽ നിന്ന് വന്ന ആള് പറയും, എനിക്ക് നരകത്തിൽ സ്വസ്ഥതയാണോ? അവിടെ പുഴു ചാകുന്നില്ല, കെടാത്ത തീയില്ല. എന്നിട്ട് പറയാണ്, നീ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയതെന്ത് എന്ന് ചോദിച്ചു. അതിനെ ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ഫെലിസ്തർ എന്നോട് യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടു മാറി പ്രാർത്ഥിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി മരിച്ചവരോടാണോ ആലോചന ചോദിക്കുന്നത്? യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലെ 9-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്.
അവിടെ ലക്ഷണവാദികളോടും വെളിച്ചപ്പാടത്തിനോടും ചിലയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ജീവിച്ചിരിക്കുന്ന ശൗലിന് വേണ്ടി മരിച്ചുപോയി. ഇനി ശൗമേലോടാണെങ്കിലും, ശൗമേലോടാണ് ചോദിക്കേണ്ടത്, ജീവനുള്ള ദൈവത്തോടല്ലയോ ആലോചന ചോദിക്കേണ്ടത്. മാനസാന്തരപ്പെട്ട് ശൗൽ രാജാവ് ദൈവമുമ്പാകെ മടങ്ങി വരികയില്ലായിരുന്നോ വേണ്ടത്? അത് ചെയ്യാതെ മരിച്ചുപോയ ശമൂവേൽ പ്രവാചകനെ കാണുന്നു വിചാരിച്ചാൽ സ്തോത്രം. ഈ കയറി വന്നത് ശമൂവേൽ പ്രവാചകനല്ല. വളരെ തെളിവുകൾ അതിന് മനസ്സിലുണ്ട്. ചോദിക്കാൻ ഒന്ന്, നീ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയതുണ്ട്. അടുത്ത് പറയാണ്, ഫെലിസ്ത്യർ എന്നോട് യുദ്ധം ചെയ്യുന്നു. അത് പ്രാർത്ഥിക്കുകയാണ്. മരിച്ചുപോയ ആളോട് ജീവനുള്ള ആള് അന്നേരത്തെ തന്റെ പ്രസന്റ് കണ്ടീഷൻ, അപ്പോഴത്തെ സാഹചര്യങ്ങളുടെ വ്യത്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം. ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. സത്യമാണത്. പ്രവാചകന്മാരെ കൊണ്ടാവട്ടെ സ്വപ്നം കൊണ്ടാവട്ടെ എന്നോട് ഉത്തരം അരുളുന്നില്ല. പലരോടും ദൈവം സംസാരിക്കത്തില്ല. കാരണം ദൈവ വഴി വിട്ടു പോയാൽ പിന്നെ ദൈവം ഇടപെടത്തില്ല. പ്രവാചകന്മാരിലൂടെ ഒന്നും സംസാരിക്കത്തില്ല, സ്വപ്നത്തിലൂടെ സംസാരിക്കത്തില്ല. മുൻകാലങ്ങളിൽ ഇടപെട്ടതാണ്. ശൗൽ തന്നെ പ്രവാചകനായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മ തന്റെ മേലും വന്നിരുന്നു. എന്നാൽ ആത്മാവിന് കീഴ്പ്പെടാതെ ആത്മാവിന് വിരോധമായി നടന്നുകൊണ്ട് തന്റെ ജീവിതം പാഴായിപ്പോയി. എന്നിട്ടോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടതിന് ഞാൻ നിന്നെ വിളിപ്പിച്ചു എന്ന് ഉത്തരം. ദൈവം കൈവിട്ട് പറയാ, നീ എനിക്കിപ്പോ ആര് പറയണം? മരിച്ചുപോയും പറയണം, ജീവിച്ചിരിക്കുന്ന ദൈവം പറഞ്ഞാൽ പോരാ. ഓക്കെ, അടുത്തതോ? അതിന് ശമൂവേൽ പറഞ്ഞത്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കുക നീ എന്തിനെ എന്നോട് ചോദിക്കുന്നു? യഹോവ എന്നെ കൊണ്ട് പറയിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു. രാജത്വം യഹോവ നിന്റെ കയ്യിൽ നിന്നും പറിച്ചെടുത്തു. ഇതൊക്കെ വാസ്തവമായ കാര്യമാണ്. പക്ഷെ ഇതെല്ലാം ഫോഷ്കിന്റെ ആത്മാവ് പറയുക. അതുകൊണ്ട് കള്ളമാകുന്നില്ല, സത്യമാകുന്നില്ല, നടന്ന കാര്യമാണ്. രാജത്വം നിന്റെ മേലെടുത്തു, നിന്റെ സഹോദരനെ കൊടുത്തു. പെട്ടെന്ന് പറിച്ചെടുത്തിന്റെ കൂട്ടുകാരൻ, നീ യഹോവയുടെ കൽപ്പന കേട്ടില്ല, അമാലേക്കിന്റെ മേൽ അവന്റെ ഉഗ്രകോപം നടത്തിയതുമില്ല. അതുകൊണ്ട് യഹോവ ഈ കാര്യം ഇന്ന് നിന്നോട് ചെയ്തിരിക്കുന്നു. യഹോവ നിന്നെയും ഇസ്രായേലിനെയും ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോടുകൂടെ ആകുമോ? വിശുദ്ധനായ പിന്നെ ശമൂവേൽ പ്രവാചകനോടൊപ്പം ദൈവത്തെ വിട്ടുപോയ ശൗൽ രാജാവും അദ്ദേഹത്തിന്റെ മകൻ യോനാഥാൻ ഉൾപ്പെടെ ചെല്ലുമോ? അത് മറ്റൊരു വിഷയം. ദൈവം അടുത്ത സമയം പറയാം. ദാവീദിനോട് ഉടമ്പടി ചെയ്താണ് യോനാഥാൻ. നീ രാജാവാകും, ഞാൻ മന്ത്രിയാകും എന്ന് പറഞ്ഞേച്ച് രാജാവാകട്ടെയും കാട്ടിക്കിടന്നു, മന്ത്രിയാകട്ടെയും കൊട്ടാരത്തിൽ പോയി. അതുകൊണ്ട് അപ്പനോടൊപ്പം ഗിൽബോവ പർവ്വതങ്ങളിൽ പട്ടുപോയി. ഇവിടെ കാര്യമറിയാൻ ദൈവം കൈവിട്ട് കളഞ്ഞതുകൊണ്ട് ഫോഷ്കിന്റെ ആത്മാവ് ഒത്തിരി പറയും. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറയണം, നീയും നാളെ എന്നോടൊപ്പം. കർത്താവിനോട് പ്രവർത്തിച്ച ശക്തനായ പ്രവാചകൻ, ന്യായാധിപനായിരുന്ന ശമൂവേൽ പ്രവാചകനോടൊപ്പം പന്തി താമസം ശൗൽ രാജാവിനും മക്കൾക്കും ഉണ്ടോ? ഒരു ഇത് തന്നെ പറഞ്ഞത് ഫോഷ്കിന്റെ ആത്മാവ പറഞ്ഞത് സത്യമാണെങ്കിലും അത് തന്നെയല്ലേ പൗലോസിനോട് പറഞ്ഞത്? ഇതാ വരുന്നു അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് പറയുന്നു. വെളിച്ചപ്പാടത്തിയ സ്ത്രീ പറഞ്ഞതാ, സത്യമല്ലേ? സത്യമാണ്. പക്ഷെ ആ പബ്ലിസിറ്റി, ആ പുകഴ്ച പൗലോസ് ഏറ്റെടുത്തോ? ഇല്ല. എന്നാ കാര്യം? അശുദ്ധാത്മാവിന്റെ പബ്ലിസിറ്റി പൗലോസിന് വേണ്ട. അപ്പൊ അശുദ്ധാത്മാവ് സത്യം പറയും. പുതിയ നിയമത്തിൽ കാണുന്നത് എങ്ങനെയാണ്? ഫിലിപ്പിയ പട്ടണത്തിൽ ചെന്നിറങ്ങി പൗലോസിനെയും ശ്രീലാസിനെയും കണ്ട് വെളിച്ചപ്പാടത്തിയായി യജമാനന്മാർക്ക് കാശ് ലാഭം ഉണ്ടാക്കിക്കൊള്ളുന്ന ആ പെൺകുട്ടി വിളിച്ചു പറയും, ഇതാ വരുന്നു അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. ഈ കാഴ്ചപ്പാട് അവിടെയുള്ള ഉപദേശിമാർക്ക്, പുരോഹിതന്മാർക്ക് വെളിപ്പെട്ടില്ല. അവിടുത്തെ പൗരപ്രമാണികൾ ആരും കണ്ടില്ല. പിശാചി പിടിച്ച സ്ത്രീ പറയാ, അതാ വരുന്നു ആരാ? അത്യുന്നതനായ ദൈവം. ഏതെങ്കിലും മലയിരിക്കുന്ന, മരത്തേയിരിക്കുന്ന, മൃഗത്തിന്റെ മേളിൽ കൊണ്ടു കിടക്കുന്ന ദൈവത്തിന്റെ കാര്യം. അത്യുന്നതൻ, ദൈവത്തിന്റെ ദാസന്മാരാണ് ഇവര്. എന്നിട്ടോ രക്ഷാമാർഗം കുരിശെടുത്തോണ്ട് പോകുന്ന വഴിയല്ല, അവിടെ ഇവിടെ വീണ് എഴുന്നിട്ട് പോകുന്ന വഴിയല്ല, ദുഃഖവെള്ളിയാഴ്ച കയ്പ് കാടി കുടിക്കുന്ന ഉപദേശമല്ലേ പറഞ്ഞത്? രക്ഷയുടെ മാർഗം. കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നല്ലേ പറയുന്നത്? പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞ് വെള്ളം തളിക്കുന്ന മാർഗമല്ലേ പറയുന്നത്? വഴിയല്ലേ പറയുന്നത്? രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നു എന്ന്
ആ വെളിച്ചപ്പാട് സ്ത്രീ പറഞ്ഞു സത്യമായ കാര്യമാണത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഏതാ പിശാച് പോഷ്ക ശമൂവേലിന്റെ രൂപത്തിൽ ഒന്ന് പറയാം, നാളെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇരിക്കുമോ? സ്തോത്രം. ഇരിക്കത്തില്ല. തീർന്നില്ല. വായിച്ച് അവസാനിപ്പിക്കാം, സമയം മുന്നോട്ട് പോകുന്നു. നീ എന്നോടുകൂടെ നാളെ ഈ നേരത്ത് വരും, എന്നോടുകൂടെ ആകും. നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോടുകൂടെ ആകും. ഇസ്രായേൽ പാളയത്തെ യഹോവ ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. ദൈവം കൈവിട്ടവൻ നാളെ എന്നോടൊപ്പം ഇരിക്കുമെന്ന് ആണോ? പ്രിയമുള്ളവരെ, ആരും ഞങ്ങളെ ചതിക്കരുത്, വഞ്ചിക്കരുത്. ഒരിക്കലായി നമ്മൾ ഭരമേൽപ്പിന് വിശ്വാസം വേണ്ടി പോരാടണം. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഇതിന് നമ്മളെ ഒത്തിരി പാട്ടുകൾ നമ്മൾ പാടുന്നുണ്ട്. ആ പാട്ടുകളുടെയൊക്കെ അർത്ഥം വരുന്നുണ്ട്. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാ ഒരു നല്ല നായകൻ നമുക്കില്ലയോ? മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുകാലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ എക്സോഡസ് മീഡിയ മിനിസ്ട്രിയിലെ ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു. നിന്റെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ വിലപ്പെട്ട ദാസന്മാരെ കൊണ്ട് പറയിച്ചതായ വചനം ഈ സമയത്ത് ഒരിക്കൽ കൂടെ കേൾപ്പിക്കുവാനിടയാ അങ്ങേക്ക് ഹിതമായതിനായി ഇഷ്ടം. വചനത്തിന്റെ വാതിലെ തുറന്നതിനായി ഇഷ്ടം. ഇതാർക്ക് ശിക്ഷാവിധിക്ക് കാരണമായി തീരതേ നിന്റെ കൃപയിൽ നിൽക്കുവാനിടയാകണമേ. ദാസനെയും പ്രിയപ്പെട്ട സഹായിച്ചായിട്ട് നാമത്തെ മഹത്വപ്പെടുന്ന ഭർത്താവസിൽ പിന്നെയും ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുവചനവും ഭാഗീരിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. നാമത്തെ മഹത്വപ്പെടുത്തണമേ. മശിഹായുടെ വലിയൊരു നാമത്തെ അപേക്ഷിക്കുന്നത് കേൾക്കണമേ പിതാവേ. എല്ലാവർക്കും വന്ദനം. ദയമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. കഴിയുന്നിടത്തത് ഫോർവേഡ് ചെയ്യാനിടയാകട്ടെ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.